ഹായ് ഫ്രണ്ട്സ്, ടു ഇരട്ടപ്പോവാം മാഫിയ പ്രൊഫസർ. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ നമ്മൾ ഹീറോയിൻ പേര് സമന്ത കോളേജിൽ ബ്യൂട്ടിഫുൾ ഗേൾ. അതെ, സമന്ത ഒരു പ്രൊഫസറാണ്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സമന്ത മാം. ഓഹോ സ്റ്റുഡൻസ്, എങ്ങനെയുണ്ട്? പോകുന്നുണ്ട് കോളേജ് നന്നായിട്ട് പോകുന്നുണ്ട് മാം എന്ന് പറഞ്ഞു സമന്ത സ്മൈൽ ചെയ്തു. ശരി സ്റ്റുഡൻസ്. മാം എന്താ മാഡം എന്താ പ്രശ്നം? അങ്ങനെ സമന്ത ക്ലാസ് എടുക്കുമായിരുന്നു. കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ സ്റ്റുഡൻസ് അങ്ങനെയൊക്കെ സമന്ത ക്ലാസ് എടുക്കുമായിരുന്നു. PTS മെമ്പർ ഒരു മാഫിയാണ്, ഹീറോയിൻ പ്രൊഫസർ. അങ്ങനെ സ്റ്റുഡൻസ്ക്ക് കോളേജിൽ ഫസ്റ്റ് ഇയർ കോളേജിൽ ക്ലാസ് എടുക്കായിരുന്നു. ഹീറോയിൻ നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം ഹീറോയിൻ കോടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോയ സമന്ത നടന്നുകൊണ്ട് പോകുമ്പോൾ സമന്തക്കൊരു കോൾ വന്നിരുന്നു. ഹലോ, ആ അറിയാണോ? എപ്പോൾ നടന്നത്? ശരി, ഓക്കെ ഡി, ഞാൻ വരാം എന്ന് പറഞ്ഞായിരുന്നു സമന്തൻ ഫ്രണ്ടൊക്കെ അതെ കൊറിയൊക്കെ വിളിച്ചായിരുന്നു ഫോൺ ചെയ്ത്. നീ വാടി എന്ന് കൊറിയക്ക് വാടി എന്ന് കൊറിയയിൽ കോൾ ചെയ്ത്. അന്ന് സമന്ത ശരി ഓക്കെ ഡി എന്ന് പറഞ്ഞു. അതെ, സമന്തൻ്റെ ഫ്രണ്ട് ഇന്ത്യയിൽ സെസ് മാരേജ് നടന്നായിരുന്നു. അവൾക്ക് ഇവിടെ ഇന്ത്യയിൽ സെസ് മാരേജ് നടന്നു. ഇപ്പോൾ കൊറിയ സെസ് മാരേജ് നടക്കുകയാണ്. അങ്ങനെ വിളിച്ചതായിരുന്നു. ഇന്ത്യയിൽ ഓൾ മാരേജ് പോയിരുന്നു. 4 ദിവസം കഴിഞ്ഞ് കൊറിയയിൽ മാരേജ്. എടി ഇപ്പം എന്താടി പറയാ? ഇല്ലടി, ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. ശരി ഓക്കെ. അങ്ങനെ കൊറിയക്ക് വന്നു. ഫ്രണ്ട്സിനും നോക്കുന്നുണ്ട്. എന്താടി മാരേജക്ക്? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് എത്തിയിട്ട് അവിടെ നല്ല ഇതൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ ഹീറോയിനോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട്സ് സ്മൈൽ ചെയ്തായിരുന്നു. അങ്ങനെ കുറേ സൈസ് ഫ്രണ്ടൊക്കെ മാരേജായി. ബൊക്കെ ചേർന്നു. അത് ഹീറോയിൻ്റെ കൈക്ക് വീണു. മച്ചി കൺഗ്രസ്, നെക്സ്റ്റ് മാരേജ് നിൽക്കാം കൂടി. അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് ഹീറോയി പറഞ്ഞായിരുന്നു. അതെ കോളേജിൽ ഇങ്ങനെ നടന്നുകൊണ്ട് വന്നായിരുന്നു. ഇങ്ങനെ കോളേജിൽ നടന്നുകൊണ്ട് വരുമ്പോഴാണ് ഹീറോയിനെ ഒരു ഐസ് നോക്കിയായിരുന്നു. അതെ ഫോൾ ചേട്ടൻ, അത് വിക്രം പ്രപ്പോസ് ചെയ്തായിരുന്നു അല്ലടി. അങ്ങനെ ഹീറോയി പറഞ്ഞായിരുന്നു. ഫ്ലാഷ് ബാക്ക് ഓർക്കായിരുന്നു. വിക്രം പ്രപ്പോസ് ചെയ്തു. അവിടെ വിക്രം ഉണ്ടായിരുന്നു. ഹീറോയി ഫ്ലാഷ് ബാക്ക് ഓർത്തതാ. വിക്രം വന്നു. ഹായ് സമന്ത, എങ്ങനെയുണ്ട് ലൈഫ്? നന്നായിട്ട് പോകുന്നുണ്ട്. സമന്ത ഓർത്തായിരുന്നു ഫ്ലാഷ് ബാക്ക്. അതുകൊണ്ട് വിക്രം വന്ന് പറഞ്ഞു. ശരി സമന്ത, ഞാൻ പോവാന്ന് പറഞ്ഞു. വിക്രൻ്റെ ഗേൾ ഫ്രണ്ടിൽ വിളിച്ചുകൊണ്ട് പോയി. ഇവനിക്ക് മാരേജ് ആയിട്ട് ഗേൾ ഫ്രണ്ടിന് കറങ്ങാണ്. ഹീറോയി സമന്ത ചിരിക്കായിരുന്നു. അങ്ങനെ ഹീറോയി ഫ്രണ്ട്സിനോട് പറഞ്ഞു ശരി ഓക്കെ എന്ന്. ഈ പ്ലേസ് കറങ്ങായിരുന്നു. കൂടെ സമന്തൻ്റെ പുതിയൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് എടി സമന്ത, എന്താ പറ്റി പൂജ? ഇല്ലടി, പ്ലേസ് ഒന്ന് ഭംഗിയിട്ടുണ്ടല്ലടി സമന്ത. ശരി നീ പറഞ്ഞു നന്നായിട്ടുണ്ട്, നമുക്ക് പ്ലേസ് കറങ്ങാം സമന്ത പറഞ്ഞു. അതുകൊണ്ട് സമന്ത ഫ്രണ്ട് പൂജം കറങ്ങായിരുന്നു. പ്ലേസ് നന്നായിട്ടുണ്ടല്ലോ. ഈ പ്ലേസിൽ ഏതെല്ലാം നല്ല പ്ലേസ് ആണ്? സമന്തൻ്റെ ഫ്രണ്ട് ഇവിടെ മാരേജ്. എന്നൊരു ഫ്രണ്ട് ദിയ പറഞ്ഞായിരുന്നു. ദിയ പറഞ്ഞ കൊണ്ട് ദിയക്കാൾ മാരേജ് ചെയ്ത് ദിയ പറഞ്ഞ പ്ലേസിൽ പോയി സമന്ത എൻജോയ് ചെയ്തായിരുന്നു. ഒരു കോഫ് ഷോപ്പിൽ അവിടെ ഇരുന്ന് സമന്ത ചെയ്തു. അപ്പുറത്തെ പ്ലേസിൽ ഫൈറ്റ്, ഗൺ ഷൂട്ട്. എന്നിട്ട് സമന്തൊക്കെ നെട്ടി. മച്ചേ ഇവിടെ എന്താ നടക്കാടി? പൂജ പറയാൻ തുടങ്ങി. അറിയില്ലടി, ഇവിടെ ഗൺ ഷൂട്ടിന് ശബ്ദം കേൾക്കുന്നുണ്ടല്ലടി. സമന്ത പറയാൻ തുടങ്ങി. അതെ നമ്മളിവിടെ നിന്ന് ശരിയാവില്ല, ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞ് സമന്ത അവിടെ നിന്ന് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരാൾ സമന്ത മേലെ വീണു. തിരിഞ്ഞു നോക്കുമ്പോൾ സമന്തയുടെ വീണു പോയി. അതെ, അത് ജങ്കുക്കാണ്. സമന്ത മേലെ വീണു. സമന്ത ഒച്ചുണ്ടാക്കാൻ തുടങ്ങി. അതെ, ജങ്കുക്ക് ഹീറോയിൻ പോകുന്ന അതേ പ്ലേസിലാണ് ജങ്കുക്ക് വന്ന് ഹീറോയിൻ മേലെ വീണത്. കൈ വെച്ചായിരുന്നു. ഹീറോയിനെ പിടിച്ച് ആരാ നീ എന്ന് സമന്ത ചോദിച്ചായിരുന്നു. ജങ്കുക്ക് ഒന്നും മനസ്സിലായില്ല. ഇവളെന്താ സംസാരിക്കുന്നത് മനസ്സിലായില്ല. ജങ്കുക്ക് വേറെ വഴിയില്ല, ഇവിടെ നിന്ന് ശരിയാവില്ല. ജങ്കുക്ക് പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ജങ്കുക്ക് തേടിയാണ്ട് വരുന്ന അവരെല്ലാം പോയി. ഇത് ശരിയല്ല, ഇതാ അവരല്ല പറഞ്ഞു. എല്ലാവരും തീർത്ത് കളഞ്ഞു. ഓടിയനെ ജിമ്മിൻ പിടിച്ചു. അവനെ തീർത്ത് കളഞ്ഞു. എല്ലാ ക്രിമിനൽസും പിടിച്ച് കൊന്നു കളഞ്ഞു. അപ്പോൾ ജങ്കുക്ക് സമാധാനമായി എന്ന് പറഞ്ഞിരുന്നു. രക്ഷപ്പെടുമെന്ന് ഹീറോയിൻ തല്ലി. ആരടാ നീ എന്നെ കിസ് ചെയ്യാൻ? ജങ്കുക്ക് പളാന്ന് ഒരു അടി വെച്ച് അവിടെ നിന്ന് പോയി. ജങ്കുക്ക് കൺഫ്യൂസായി.
എന്ത് ഇവളെന്നാ എനിക്കിങ്ങനെ തല്ലിയത് എന്ന് ജങ്കുക്ക് ഒന്നും മനസ്സിലായില്ല. ജങ്കുക്ക് വീട്ടിൽ കൈ വെച്ച് തീക്കായിരുന്നു. നൈസ് കീസ് എന്ന് ജങ്കുക്ക് പറയായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായി അവിടെ നിന്ന് പോയി. ജങ്കുക്ക് ഒന്നും മനസ്സിലായില്ല. ജങ്കുക്ക് വേന്ന് വായി വന്നു ജിമ്മിനെ കണ്ടുപിടിച്ചു. എന്താ ചേച്ചി? ഒന്നുമില്ലടാ എന്ന് പറഞ്ഞു. വി നോക്കുമ്പോൾ ലിപ്സ്റ്റിക് അല്ലായിരുന്നു. വി കേട്ടോ എന്താടാ ഞാനൊരു പെണ്ണ് കിസ് അടിച്ചിടാ എന്ന് പറഞ്ഞു. വിക്ക് ഇവനിവിടെ കാടൊന്നും ഇറങ്ങിയായിരുന്നു. ഞാൻ അവർ പറഞ്ഞ് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് എല്ലാം കഴിഞ്ഞായിരുന്നു. ഹീറോയി എയർപോർട്ടിലേക്ക് വന്നായിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് പോകാമെന്ന് ഹീറോയിൻ ഭയങ്കര ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ജങ്കുക്കും ഒന്നും മനസ്സിലായി. ജങ്കുക്ക് എയർപോർട്ടിൽ പോകുമ്പോൾ ഹീറോയിനെ കണ്ടു. ജങ്കുക്ക് വന്നു. വി പറയാൻ തുടങ്ങി. എന്താ പ്രശ്നം? ഒന്നുമില്ലടാ ഒരു മിനിറ്റ് എന്ന് ജങ്കുക്ക് വന്നു ഹീറോയിനെ നോക്കിയായിരുന്നു. ജങ്കുക്ക് ഹീറോ എവിടേക്ക് പോകുന്നു ഫ്ലൈറ്റിൽ എന്ന് പോരാൻ തുടങ്ങി. അപ്പോൾ ഹീറോയി പോകുന്ന ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണം. അതൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്നു. ജങ്കുക്ക് ഹീറോയി പോകുന്ന ഫ്ലൈറ്റിൽ ഹീറോയി സംസാരിക്കുമായിരുന്നു. നമ്മൾ ഇവിടുന്ന് പോകാമെന്ന് വെച്ച് ജങ്കുക്ക് ഇവൾ ടിക്കറ്റ് ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് ഇവൾ പോകാൻ തുടങ്ങി. നേരെ ഹീറോയി സംസാരിച്ചായിരുന്നു. അങ്ങനെ ബായ് എന്ന് പറഞ്ഞു. അതായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ടിന് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അവന് കൊറിയയിൽ സംസാരിക്കുകയാണ്. അവർക്ക് മലയാളം അറിയില്ല. കൊറിയയിൽ ചോദിക്കാൻ തുടങ്ങി. എവിടേക്കാണ് പോകുന്നത്? അല്ല ഇന്ത്യക്ക് പോവാം. ഇങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയാം താഴ്ത്തിയായിട്ട് പറയാം. ഇത് ജങ്കുക്ക് കേൾക്കാൻ തുടങ്ങി. അവളെ മദർ ലാംഗ്വേജിലേക്ക് പോവാം. അതെ അവൾ നാട്ടിലേക്ക് പോവാണ്. അവളെ വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ കൊറിയക്ക് വരില്ല. ഇല്ല അവൾക്ക് ഇനി മാരേജ് ആയി പിന്നെ അവളെ വീട്ടിലൊക്കെ പോകുന്നത്. അവൾക്ക് ചിലപ്പോൾ മാരേജായി ഹസ്ബൻഡ് കൂടെ വരും എന്ന് പറഞ്ഞു. ഇത് ജങ്കുക്ക് ഷോക്കായി. എന്ത് എങ്ങനെയായിട്ട് അവിടെ ഒരാളുണ്ട് മുട്ടത്തള്ളി അവിടുന്ന് പോയായിരുന്നു. മുട്ടത്തള്ളി പിടിച്ച് മിരട്ട തുടങ്ങി. എയർപോർട്ട് മൊത്തം വന്ന് ചെയ്യും. അതെ ഈ പോകുന്ന ഫ്ലൈറ്റ് മൊത്തം വന്ന് ചെയ്യും. ഇല്ല ഞാൻ നിന്നെ മിരട്ടായിരുന്നു. ജങ്കുക്ക് എന്നെ പേടിച്ചിട്ടല്ലോ ഇങ്ങനെ കോൾ ചെയ്തു. അത് ഇന്ത്യക്ക് പോകുന്ന ഫ്ലൈറ്റ് ക്യാൻസലായല്ലോ. അങ്ങനെ ഹീറോ ഷോക്കായി. എല്ലാവരും കേട്ടോളൂ ഇന്ത്യക്ക് പോകുന്ന ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞായിരുന്നു. ഇന്ത്യക്ക് പോകുന്ന ഫ്ലൈറ്റ് മൊത്തം ക്യാൻസൽ അതുപോലെ പറഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ ഇന്ത്യക്ക് പോകുന്ന ഫ്ലൈറ്റ് ക്യാൻസലാ? അങ്ങനെ ഹീറോയി ഫ്രണ്ട് പറയാം ഷോക്കായി. എടി ബാഡി നമുക്ക് പോവാം. അങ്ങനെ ഹീറോയി പറഞ്ഞു ഷോക്കായി. എന്ത് ഇന്ത്യക്ക് പോകുന്ന ഫ്ലൈറ്റ് ക്യാൻസലാ? അങ്ങനെ ഒരാൾ മറ്റേ തല വന്ന് ഹീറോയിൻ്റെ പണം കൊടുത്തു. സോറി മാം വരാൻ പറ്റി ഇന്ത്യ പോകുന്ന ഫ്ലൈറ്റ് ക്യാൻസൽ.